ശുശ്രൂഷ മേഖലയിലുള്ള പ്രത്യേകിച്ച് വചന ശുശ്രൂഷകളൊക്കെ ധ്യാന ശുശ്രൂഷകളൊക്കെ ചെയ്യുന്ന അങ്ങനെയുള്ള ശുശ്രൂഷ മേഖലയിലുള്ളവരോട് തോമസേട്ടന് എന്താണ് പറയാനായിട്ടുള്ളത്? ശുശ്രൂഷ മേഖലയിലുള്ളവരോട് എല്ലാം പറയുന്നത്, നമ്മളെപ്പോഴും നമ്മുടെ മുമ്പിൽ സങ്കടപ്പെടുന്നവരെ വേണം നമ്മൾ സങ്കടപ്പെട്ട് ജീവിക്കാൻ. എന്തോരം മനുഷ്യരിന്ന് വിഷമിച്ച് നടക്കുന്നു. നമ്മൾ ഇറച്ചി മേടിക്കുമ്പോൾ, മീൻ മേടിക്കുമ്പോൾ, പച്ചക്കറി മേടിക്കുമ്പോൾ, ബേക്കറി മേടിക്കും, നമ്മളെല്ലാം നല്ലതാണ് മേടിക്കും. നമ്മുടെ വീട്ടിലോട്ട് നല്ല ഇറച്ചിയും മേടിക്കും, മോശം നമ്മുടെ വീട്ടിലോട്ട് നല്ല മീനല്ലേ മേടിക്കും, നമ്മുടെ വീട്ടിലോട്ട് നല്ല പച്ചക്കറി. ഇതുകൂട്ട് ഒരു പങ്ക് അയൽവക്കത്ത് വിഷമിക്കുന്നവനും കൂടെ കൊടുത്താൽ അത് അനുഗ്രഹമാണ്. ആ വീട് അനുഗ്രഹമാകും. ആ വീട്ടിൽപ്പെട്ടവരെല്ലാം അനുഗ്രഹമായിത്തരും. ഓർമ്മകൾ മരിക്കത്തില്ല ഒരിക്കലും. നമ്മുടെ നവജീവനിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. കറി കൂടുതലേക്കും കറി കൊടുക്കുന്നു. പൈസ ഉള്ളപ്പോൾ ചില വീടുകളിലോട്ട് ചിക്കൻ മേടിച്ച് കൊടുക്കുന്നു, വിഷമിക്കുന്ന വീടുകളിലോട്ടൊക്കെ. അപ്പം അങ്ങനെ ഒത്തിരി വിഷമിക്കുന്ന വീടുകൾ നമ്മുടെ ഓരോ വ്യക്തിയുടെയും ചുറ്റുപാടിൽ ഉണ്ടോ എന്ന് അന്വേഷിച്ചറിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വീട്ടോട്ട് വാടാന്ന് പറയണ്ട, അങ്ങോട്ട് ചെല്ലുക. വീട്ടിൽ അപ്പം മരിച്ചല്ലേ, അമ്മ മരിച്ചല്ലേ, കൊച്ചിൻ്റെ ബർത്ത്ഡേ, ഇന്ന് ഉച്ചയ്ക്ക് അല്ലെ ഇന്നത്തെ അത്താഴം മുഴുവൻ ഞങ്ങളുടേതാണ്, ഞങ്ങളിവിടെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് ആ വീട്ടിൽ കൊണ്ട് ആ അത്താഴം ഇറങ്ങിക്കൊടുത്ത് അവരോടൊപ്പം കഴിച്ചു പോകുമ്പോൾ അവർ മാനസാന്തരത്തിൻ്റെ ഉയരങ്ങളിലേക്ക് പോകും. അവിടെ ഉണ്ണീശോ ജനിച്ചതുപോലെയാകും. അതാണ് സ്നേഹവിരുന്ന് എന്ന് പറയുന്നത്. ആ സ്നേഹവിരുന്ന് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ സ്നേഹവിരുന്ന് വലിയ അനുഗ്രഹമാകും. ആ കുടുംബം ആ നിമിഷം മുതൽ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും. അവരേത് മതവിശ്വാസിയാണെങ്കിലും കർത്താവിനെ സ്വീകരിക്കുകയും കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ വചനം വായിക്കാനും പ്രാർത്ഥിക്കാനും അവരാരംഭിക്കുകയും അതുവഴി ആ കുടുംബം രക്ഷപ്രാപിക്കുക, തലമുറ തന്നെ അനുഗ്രഹിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. നല്ല ഭക്ഷണം ഉണ്ടാക്കി ആ വീട്ടിൽ കൊണ്ടുപോയി എല്ലാവരും ഒന്നിച്ചിരുന്നു. അതാണ് ഒരു സ്നേഹവിരുന്ന് എന്ന് പറയുന്നത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ, ഈ സ്നേഹവിരുന്ന് കൊടുക്കാൻ നമുക്ക് ഇങ്ങനെ കുറേ ആഗ്രഹങ്ങളുണ്ടാകാൻ. എവിടെയാണ് ഞാനൊരു സ്നേഹവിരുന്ന് കൊടുക്കേണ്ടത്? ഞങ്ങളുടെ വിവാഹ വാർഷികമാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ കൊച്ചിൻ്റെ ജന്മദിനമാണ്, ഇങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിൽ ഏതെങ്കിലും 1, 2, 3 വീട്ടിൽ ഒരു വീട്ടിലെങ്കിലും എനിക്കൊരു നല്ല സ്നേഹവിരുന്ന്, ഒരു നല്ല ഭക്ഷണം കൊടുക്കണം. അങ്ങനെയൊക്കെ നമ്മൾ ഓരോ വ്യക്തികളും ക്രിസ്തീയ ജീവിതത്തിൽ വചന പ്രഘോഷകര്, ധ്യാന ഗുരുക്കന്മാർ, ആത്മായ സഹോദരങ്ങൾ, ഇത് സഭയായിട്ട് നമ്മളായിട്ടാകണം നമ്മൾ സഭയിലൂടെ വളരുവാനായിട്ട്. നാളെ ഒരു നാളിൽ ആ കുടുംബം വലിയ അനുഗ്രഹത്തിൻ്റെ കുടുംബമായി തീരും. തലമുറകളായിട്ട് ആ കുടുംബം ഒരൊറ്റ സ്നേഹവിരുന്ന് മാത്രം മതി ആ കുടുംബം രക്ഷപ്രാപിക്കുകയും ചെയ്യും. അവിടുത്തെ സർവ്വ വഴക്കും അലമ്പും അലൂഹിയെല്ലാം അവിടെ അവസാനിക്കുകയും ചെയ്യും. ക്രൈസ്ത ലോർഡ്. തോമസേട്ടൻ്റെ ഈ വാക്കുകളൊക്കെ നിങ്ങൾക്ക് ഏറെ അനുഗ്രഹപ്രദമായി എന്ന് ഏറ്റവും സ്നേഹത്തോടെ ഞാൻ വിശ്വസിക്കുകയാണ്. നമുക്ക് തുടർന്നും തോമസേട്ടൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, കൂടിയുള്ള സഹപ്രവർത്തകർക്ക് വേണ്ടി, ഇവിടെയുള്ള പാവപ്പെട്ട മക്കളുണ്ട്, ആ മക്കൾക്ക് വേണ്ടി, ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിങ്ങളെല്ലാവരും എന്നും പ്രാർത്ഥിക്കുന്നവരായി മാറണമെന്ന് ഏറ്റവും സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഗോഡ് ബ്ലെസ് യു. ആമേൻ.